ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് പാസ്ത എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വെരി ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പിയാണ്. ഈ പാസ്ത നമുക്ക് നാട്ടിലും മേടിക്കാൻ കിട്ടും. ആമസോണിൽ സെർച്ച് ചെയ്താൽ മതി. 1 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു ഫാമിലിക്ക് ഇത് മതിയാവും. ഗാർലിക് ഒരു 4-5 എണ്ണം, പെപ്പർ, ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി, ബോൺലെസ് ചിക്കൻ, ബീൻസ്, ക്യാബേജ്, ക്യാരറ്റ്, സവാള ഒരു പകുതി സവാള ഞാൻ എടുത്തിട്ടുള്ളൂ, ഒരു മുട്ടയും ഇച്ചിരി കൊറിയൻഡർ ലീവ്സും, ഇത്രയും മാത്രമേ എടുത്തിട്ടുള്ളൂ. ഒരു വലിയൊരു പാത്രത്തിൽ ഇച്ചിരി വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു പകുതി വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു 3-4 കപ്പുണ്ട്. അതിലേക്ക് കുറച്ച് ഒലിവ് ഓയിലാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. ഓപ്ഷനിലാണ്, ഏത് എണ്ണ വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. പാസ്ത ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് വേവാനായിട്ട്. നിങ്ങൾ കണ്ടല്ലോ എങ്ങനെയാണ് ആ വെള്ളത്തിൻ്റെ അളവ് എത്രയാണ്, നിങ്ങളത് കണ്ടല്ലോ, അങ്ങനെ ആയിരിക്കണം. കാര്യം പാസ്ത വേവുമ്പോൾ ഇച്ചിരി കൂടെ വലുതായിട്ട് വരും. പാനിലേക്ക് കുറച്ച് എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ചിക്കൻ ഓൾറെഡി ഞാൻ കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കനായിരുന്നു. ഒരു 100 ഗ്രാം ഉണ്ടാവാം. നിങ്ങൾ കുഞ്ഞുങ്ങളുള്ള വീട്ടിലൊക്കെ ആണെങ്കിൽ ഇത് നേരത്തെ കൂട്ടി ചിക്കൻ വാങ്ങിക്കുമ്പോൾ തന്നെ കുറച്ചെടുത്ത് ബോൺലെസ് ചിക്കൻ എടുത്ത് മാറ്റി വെച്ചെന്നാൽ അത് നന്നായിരിക്കും. ഒരു വലിയൊരു പാനിലേക്ക് നമുക്ക് അതായത് വെജിറ്റബിൾസ് ഫ്രൈ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. ഏത് ഓയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതിൽ നമ്മൾ വെളുത്തുള്ളിയാണ് വറുക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. സാധാരണ കടുക് വറുക്കാറില്ല. ഇത് പ്രത്യേകിച്ച് ഒരു ചൈനീസ് റെസിപ്പി ആയതുകൊണ്ട് കടുകല്ല കൂടുതൽ യൂസ് ചെയ്യുന്നത്. കടുക് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റിന് വ്യത്യാസം വരും. അതുകൊണ്ട് നമുക്കിനി സവോള ഞാൻ വഴട്ടാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അതൊന്ന് ഗോൾഡിഷ് കളറാകണം. ക്യാരറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ബീൻസും കൂടെ ആഡ് ചെയ്യാം. അതൊന്ന് വഴട്ടണം. അതൊന്നും സ്ലൈറ്റ്ലി ഒന്ന് കുക്കായതിന് ശേഷമേ അടുത്ത ക്യാബേജ് ചേർക്കാൻ പാടുള്ളൂ. അതിന് വേണ്ടിയിട്ട് കുറച്ചൊന്ന് ഉപ്പ് ചേർത്ത് കൊടുത്ത് നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കാം. നിങ്ങൾക്കറിയാമല്ലോ, ഉപ്പ് ചേർക്കുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടാൻ എളുപ്പമാണ്. അതുപോലെ തന്നെ വഴണ്ട് കിട്ടാനും എളുപ്പമാണ്. അങ്ങനെ ഡീപ്പ് ഫ്രൈ ആകണമെന്നില്ല. ഭയങ്കരമായിട്ട് അങ്ങ് വഴണ്ട് വെന്ത് പോകണമെന്നില്ല. ചെറുതായിട്ട് കടിക്കാൻ നമ്മുടെ വായിൽ കിട്ടുന്ന രീതിയിൽ വേണം ഇതിൻ്റെ വെജിറ്റബിൾസൊക്കെ ഒന്ന് വേവിച്ചെടുക്കാനായിട്ട്. മഞ്ഞൾപ്പൊടി ചേർത്തു. മഞ്ഞൾപ്പൊടി ഒന്ന് വഴണ്ട് വരണം. ആ മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അതൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് പെപ്പറും ഗരം മസാലയോ ചിക്കൻ മസാലയോ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. അടച്ചു വെച്ചൊന്ന് വേവിക്കണം. പാസ്ത വെന്തിട്ടില്ല. മുട്ട ചേർക്കുവാണ്. മുട്ട ഒന്ന് വെന്തിട്ട് വേണം അന്ന് ഇളക്കി ചേർക്കാനായിട്ട്. ഞാൻ ചിക്കനും കൂടെ ചേർത്തിട്ടുണ്ട്. പെട്ടെന്ന് ഫാസ്റ്റായിട്ട് ചെയ്യുന്നത് കൊണ്ട് ഒന്നും വിചാരിക്കരുത്. സമയം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. പാസ്ത ഞാൻ വെന്ത് കഴിഞ്ഞു, ചേർത്തു. പിന്നെ ഒന്ന് ഓർക്കേണ്ടത്, ഇത് സോയാ സോസ് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ഏറ്റവും അവസാനം. അത് ഓപ്ഷണലാണ്. അത് ഉള്ളവർക്കാണെങ്കിൽ അത് കുറച്ചും കൂടെ നല്ലതാണ്, ടേസ്റ്റിയാണ്. പിന്നെ എന്ത് ഓയിലോ എന്ത് വേണമെങ്കിലും അവസാനം ഒന്ന് ചേർക്കാം. ബട്ടർ വേണമെങ്കിൽ ചേർക്കാം, ചീസ് വേണമെങ്കിൽ ചേർക്കാം. കൊറിയൻഡർ ലീവ്സും കൂടി ചേർത്ത് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്യാം. അതുപോലെ തന്നെ പെപ്പറൊക്കെ ആവശ്യത്തിനാണ്. കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ പെപ്പർ കുറയ്ക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. മറക്കാതെ സബ്സ്ക്രൈബും കൂടി ചെയ്യണം.